മുഅ്മിനീങ്ങളെ, നമ്മൾ മുത്തഖീങ്ങളായി ജീവിക്കണം. മുത്തഖീങ്ങളെ അടയാളങ്ങളൊക്കെ നമ്മിലും ഉണ്ടാകണം. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ 11 അടയാളങ്ങൾ. ഞാനതൊന്ന് എണ്ണിപ്പറയട്ടെ. അതേ സ്വാലിഹീങ്ങൾക്ക്, മുത്തഖീങ്ങൾക്ക് ഈ ദുനിയാവിൽ തന്നെ വിജയത്തിന്റെ അടയാളങ്ങളായി കാണാൻ പറ്റുന്നത് 11 എണ്ണമുണ്ട്. അതിലൊന്ന് അയ്യകൂന സാഹിദൻ ഫിദ്ദുനിയാ വറാഗിബൻ ഫിൽ ആഖിറ. ദുനിയാവിൽ ത്യാഗ മനോഭാവത്തോടെ ജീവിക്കുക, ആഖിറത്തിൽ കൂടുതൽ താല്പര്യപ്പെട്ട് ജീവിക്കുക. ദുനിയാവിൽ സാഹിദായി ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതേ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് തന്നെ. ഹറാമായ നിലക്കുള്ള സമ്പാദ്യം, ഹറാമായ നിലക്കുള്ള സമീപനം, അതെല്ലാം വെടിഞ്ഞ് ജീവിക്കുക. ആഖിറത്തിലേക്ക് കൂടുതൽ താല്പര്യപ്പെട്ട് കഴിയുക. വത്താനിയത്തു, രണ്ടാമത്തെ അടയാളം അന്തകൂന ഹിമ്മത്തുഹു ഫിൽ ഇബാദത്തി വതിലാവത്തിൽ ഖുർആൻ. എപ്പോഴും മനസ്സിന്റെ ലക്ഷ്യം ആരാധനയും ഖുർആനോത്തും തന്നെ. സ്വാലിഹീങ്ങൾ നോക്ക്, ഒരൊഴിവ് കിട്ടുന്ന നേരം അവരുടെ ഡ്യൂട്ടി എന്താണ്? ഖുർആൻ ഓതാണ്, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുകയാണ്, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയാണ്. എത്രയാണ് അവരൊക്കെ ഖുർആൻ ഓതിയത്? സാമൂഹ്യ സേവനം ചെയ്ത മഹാന്മാര് തന്നെ, ജനങ്ങൾക്ക് വലിയ ഉപദേശങ്ങൾ നൽകിയ മഹാന്മാര് തന്നെ. അവരെ മനസ്സിന്റെ ലക്ഷ്യം ഓരോ ദിവസവും ഖുർആൻ ഓതാതെ മുന്നോട്ട് പോകുന്നത് അവർക്ക് വല്ലാത്ത സങ്കടമാണ്. ഔലിയാക്കളിൽ ഏറ്റവും വലിയ ഔലിയാക്കളാരാ? സ്വഹാബിമാര്. അവരെ പറ്റി ഇമാം നബി റളിയല്ലാഹു അൻഹു എഴുതിയില്ലേ, മുസാഫിൽ നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു കിടക്കാന്നുള്ള സ്വഹാബത്തിന് വെറുപ്പാണ്. നമുക്കൊക്കെ പത്രം ഇല്ലാതിരിക്കണ സമയത്ത് എന്നും ഈ പത്രക്കാർക്ക് ഒരു ലീവാണെന്ന് പറയില്ല ആൾക്കാർ, ഒരു ചെറിയ വിഷമത്തോടു കൂടെ. ഒരു ദിവസം ഖുർആനിലേക്ക് നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു കിടക്കുക എന്നുള്ളത് സ്വഹാബത്തിന് വെറുപ്പാണ്. മുസാഫിൽ നോക്കാത്തത് നാളെ കേട്ടോ, മുസാഫിൽ നോക്കാത്തത്, മൊബൈൽ നോക്കാത്തതെന്നല്ല, മുസാഫിൽ നോക്കാത്തത്. കയ്യിലുള്ള മൊബൈലുള്ളത് മുസാഫല്ല, അത് പലതും അതിലുണ്ട്. മുസാഫ് എന്ന് പറഞ്ഞാൽ 2 ചട്ടക്കടയിൽ ഖുർആനായിട്ടുള്ള ആ കോപ്പിയിൽ തന്നെ നിലനിൽക്കുന്നത്, അതിനാ മുസാഫ് എന്ന് പറയുന്നത്. നിങ്ങളോട് മുസാഫ് വെച്ചാൽ മൊബൈൽ തരുമോ? തരൂല. അത് മജ്മുഅത്തുൽ കുത്തുബാണ്, അതിൽ പലതും ഉണ്ടാവും, പലതും ഉണ്ടാവും. അതില് ഫോൺ നമ്പർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, വാരികണ്ട്, മാസികണ്ട്, പത്രമുണ്ട്, പലതും ഉണ്ട്. കൂട്ടത്തിൽ അദ്കാറും ഉണ്ട്, മൗലിദും ഉണ്ട്, മുസാഫും ഉണ്ട്, പലതും ഉള്ളതാണ്. മുസാഫ് എന്ന് പറഞ്ഞാൽ മുസാഫ് ആയിട്ടുള്ളത് തന്നെ വേറെ. അന്നത്തെ കാലത്ത് കോപ്പി എത്ര കുറവാ, എന്നിട്ടും സ്വഹാബത്ത് എല്ലാ ദിവസവും മുസാഫ് നോക്കും, ഓതും. മുസാഫ് നോക്കാത്ത ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ദിവസം, മുസാഫ് നോക്കാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. നോക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞത് ഇമാം നബി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പറഞ്ഞതാണ്. അത് സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. സഹോദരിമാരിത് കേൾക്കുമ്പോൾ വിചാരിക്കണം നമ്മൾ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ഓതാൻ പറ്റാത്ത ദിവസം അവർക്കും ഉണ്ട്, അല്ലേ? ഉണ്ട്. തൊടാൻ പറ്റാത്തത്, നോക്കാൻ പറ്റാത്തതുണ്ടോ? നോക്കാൻ പറ്റാത്തില്ല. വേറുള്ളവര് മറിച്ച് നോക്കിയാൽ മതിയല്ലോ. അതല്ലേ ജനാബത്തുകാരായ പെണ്ണുങ്ങളോട്, നിഫാസുകാരിയായ പെണ്ണുങ്ങളോട്, ഹൈലുകാരികളോടൊക്കെ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഓതാൻ പറ്റൂല, ഹറാമല്ലേ. തൊടാൻ പറ്റൂല, പറ്റുമോ? പക്ഷെ നോക്കാൻ പറ്റുമല്ലോ. മഹാനവറുകൾ പറഞ്ഞു മുസഫിലേക്ക് നോക്കണം, നോക്കൽ ഇബാദത്താണ്. നോക്കിയിട്ട് ഖൽബ് കൊണ്ട് ഓതണം, നാവ് കൊണ്ട് ചലിപ്പിക്കരുത്. ഖൽബിൽ ഇങ്ങനെ ഓതുക, മനസ്സിൽ ഓതുക. സാധാരണ അരമണിക്കൂറൊക്കെ ഖുർആൻ ഓതുന്ന ഒരു പെണ്ണാണെങ്കിൽ അരമണിക്കൂർ ഇങ്ങനെ വരിവരിയായിട്ട് അങ്ങനെ നോക്കിയിട്ട് നാവനക്കാതെ ഖൽബ് കൊണ്ട് ഓതുക. ആ ടൈമിൽ അങ്ങനെയാണ് ഖുർആനോട് ടച്ച്. എന്നാലും നോട്ടം വിടരുത്. അപ്പൊ നോക്കാന്നുള്ളതെല്ലാവർക്കും കഴിയും. നോക്കണം. ഖുർആനോത്ത് വലിയൊരു ഹിമ്മത്താണ്. നമ്മുടെ ലക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാര് മുഴുവനും അള്ളാഹുവിന്റെ കിതാബുകളുമായി വലിയ ടച്ച് ഉള്ളവരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു